നമ്മളൊരു വലിയ സ്വതക്ക ചെയ്യുന്നതാണ് ഉദ്ഹിയ്യത്ത് കർമ്മം. പിന്നെ മാംസം പറ്റുമോ പറ്റൂലേ? പുതിയ കാലത്ത് ഉണ്ടാക്കുന്ന ചില രാഷ്ട്രീയപരമായ മോഹങ്ങൾക്കുള്ള തീരുമാനങ്ങളാണ് അതൊക്കെ. വേദകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസം ഉപയോഗിച്ചിരുന്നു എല്ലാവരും, മഹർഷിമാരും ആർഷഭാരത സംസ്കാരത്തിലെ നേതാക്കളെല്ലാവരും. എന്നല്ല, പല ദൈവങ്ങളുടെയും ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ നിർമ്മിക്കാൻ പ്രധാന കണ്ടന്റായി ഉപയോഗിച്ചിരുന്നത് പശുമാംസമാണെന്ന് നമുക്ക് പുരാണങ്ങളിലും മറ്റും കാണാൻ പറ്റും. അത് സംബന്ധമായി കുറേ പുസ്തകങ്ങളുണ്ട്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിയുടെ എഴുതിയൊരു പുസ്തകമുണ്ട് മാംസത്തെക്കുറിച്ച്. അത് ലോക ചരിത്രത്തിൽ മാനവന്റെ തുടക്കം മുതൽ ഉപയോഗിച്ചു വരുന്നൊരു സംഗതിയാണിത്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ചാവാൻ പോലും കഴിയാതെ വിഷമിച്ചിങ്ങനെ നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ഉരുക്കളാണ് ഉത്തരേന്ത്യയിലൊക്കെ. അവ നടത്തുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം കിട്ടാനില്ല. കറവ് വറ്റുന്നതോടുകൂടെ കർഷകന് ഇതൊരു ബാധ്യതയായി മാറും. അവർ മെല്ലെ കൊണ്ടുപോയി ടൗണിൽ തുറന്നു വിടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അവഗണിക്കും. പിന്നെ വയ്യാണ്ടായി വരുന്ന ഈ ഒരു പശുവിന് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല. അത് നരകിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകന് ഇടങ്ങാറാവുന്നു. അവന് പുതിയ പശുവിനെ വേണമെങ്കിൽ ഈ ഒരു പഴയതിനെ എന്ന് വെച്ചാൽ കറവ് പറ്റിയതിനെ വിൽപ്പന നടത്തുന്നതോടുകൂടെ അവൻ ഏകദേശം അത് പുതിയതിനെ വാങ്ങാനുള്ള കാശ് കിട്ടുമായിരുന്നു. ഇപ്പം അത് പറ്റൂല. കാരണം ഇതിന് അറവുകാർ മാത്രമേ വാങ്ങുള്ളൂ. അറവുകാരൊക്കെ പൂട്ടിപ്പോയി. അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യണം? വെറുതെ പോറ്റണം. വെറുതെ പോറ്റാൻ കർഷകന് സാധ്യമാവും. അവൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു വിടും. പിന്നെ